ചരക്ക് സേവന നികുതി പരിഷ്കരണത്തെ തുടർന്ന് കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിനുള്ള തുക വകയിരുത്തുമ്പോൾ കണക്കിലെടുക്കണമെന്നാവശ്യപ്പെട്ട് 16ാം ധനകാര്യ കമ്മീഷന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അനുബന്ധ നിവേദനം നൽകി. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ശതമാനം ഓരോ സംസ്ഥാനങ്ങളുടെ വലുപ്പമനുസരിച്ച് വ്യത്യാസമുണ്ടാവും. പക്ഷെ ശതമാനം കണക്കിൽ നോക്കിയാൽ നമുക്ക് 1.92% കിട്ടുന്നു. കേരളവും കർണാടകവുമാണ് ഏറ്റവും കുറവ് ഈ കേന്ദ്രത്തിന്റെ പൂളിൽ നിന്നും പൊതുവിൽ താഴോട്ട് കൊടുക്കേണ്ട ഫണ്ടിൽ നിന്നും ശരാശരി അനുസരിച്ചിട്ട് ഏറ്റവും കുറവ് കിട്ടിയത് കേരളവും കർണാടകമായിരുന്നു. ഏറ്റവും കുറവ് കേരളമായിരുന്നു. 10ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത് 3.82 ആണ്. അതാണ് കുറഞ്ഞു വന്ന് 1.92 ആയത്. അപ്പൊ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ മെമ്മോറാണ്ടങ്ങളെല്ലാം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നന്നായി അവർക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരം. മെയിൻ മെമ്മോറാണ്ടവും പിന്നെ സപ്ലിമെന്ററി കാര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴെന്താണ് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഈ GST കൗൺസിലിന് ശേഷം GST കൗൺസിൽ വന്നതോടുകൂടി നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു വലിയ ഇടിവാണ് സംസ്ഥാനങ്ങളുടെ റവന്യൂ ഉണ്ടാകുന്നത്. 22ാം തീയതി മുതൽ, സെപ്റ്റംബർ 22 മുതൽ അത് തുടങ്ങും. ഇത് സംബന്ധിച്ച് GST കൗൺസിൽ കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ പത്രസമ്മേളനം നടത്തി നമ്മൾ അഭിപ്രായം പറഞ്ഞിരുന്നു. 8 സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകൾ ധനകാര്യ മന്ത്രികൾ ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പൊതുവിൽ സംസ്ഥാനങ്ങൾക്കെല്ലാം ആശങ്കയുണ്ട്. കേരളത്തിന് ലഭിച്ചിരുന്ന നികുതി വിഹിതം 3.82% നിന്ന് 1.92% കുറഞ്ഞെന്നും ഇതു സംബന്ധിച്ച നിവേദനങ്ങൾ കമ്മീഷന് നേരത്തെ നൽകിയിരുന്നതായും ധനമന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. GST പരിഷ്കരണങ്ങൾ നിലവിൽ വരുന്നതോടെ ചരക്കു നികുതിയിൽ 6300 കോടിയിലധികം രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടാകും. സമുദ്രോൽപ്പന്ന മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടമെന്നും മന്ത്രി പറഞ്ഞു.